ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ചൂലെടുത്ത് ജയബാലനെയും പ്രവീണയും ഓടിക്കുകയാണ് കേട്ടോ നമ്മുടെ ശാരദ. പ്രവീണയും ജയബാലനും നാണം കെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ജയബാലേട്ടനല്ലേ പറഞ്ഞത് ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാ, ഇവരെയൊക്കെ പറ്റിക്കാൻ എളുപ്പമാണെന്ന്. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ നമ്മളോട് ആ ശാരദ പെരുമാറിയ രീതി. വീട്ടിൽ കയറി വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ചോദിക്കുക. എൻ്റെ പൊന്നടി, ഇവരൊക്കെ മന്ദബുദ്ധികളായിരുന്നു, പക്ഷേ ആ പെണ്ണുമ്പിള്ളയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാര്യം ഞാൻ അറിഞ്ഞു എന്ന് അപ്പം ജയബാലൻ ചോദിക്കുക. ഇനി നമ്മുടെ മകനെ എവിടെ പോയി അന്വേഷിക്കും ജയബാലേട്ട എന്നും പറഞ്ഞ് പ്രവീണ കരയാനായിട്ട് തുടങ്ങാണ്. നീ ഒന്ന് സമാധാനപ്പെട്, ഞാനിവിടെ ജീവനോടുണ്ടല്ലോ. എൻ്റെ മകൻ ഒരു പോറൽ പോലും ഏൽക്കാതെ അവനെ രക്ഷിക്കാൻ തന്തയായ എനിക്കറിയാം. നീ എൻ്റെ കൂടെ മിണ്ടാതെ വന്നാൽ മതി എന്നും പറഞ്ഞ് പ്രവീണയും പിടിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറാനായിട്ട് തുടങ്ങാം. അപ്പോഴാണ് നാട്ടുകാരെല്ലാവരും കൂടി സ്നേഹതീരത്ത് പരിസരത്തായിട്ട് നിൽക്കുന്ന കാണുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട പരദൂഷണക്കാരിയായിട്ടുള്ള ലൂസി ചേട്ടത്തിയും ഒക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അടുത്തേക്ക് ചെല്ലുക. ജയബാലേട്ടാ, ഇതെന്തിനാ അവരുടെ അടുത്തേക്ക് പോകുന്നത്? ചെറിയൊരു പരിപാടിയുണ്ട്, നീ ഇപ്പം കണ്ടോ എന്ന് പറഞ്ഞ് ജയബാലിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഇതേ സമയം നമ്മുടെ ശാരദയുടെ പെർഫോമൻസിൽ അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ രാധമ്മ. ശാരദ, നീ ചൂലും എടുത്ത് നിൽക്കുന്ന നിൽപ്പ് കണ്ടപ്പം ഞാൻ ശരിക്കും കരുതിയത് ജയപാലനെ നീ അടിക്കുമെന്നാ. അടിക്കാൻ തന്നെ ആയിരുന്നമ്മേ എൻ്റെ തീരുമാനം. പക്ഷേ എൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് അറിയാതെ ചങ്കുപടഞ്ഞ ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു പോയത് എന്ന് പറയാം. അല്ല, അതിൻ്റെ ഇടയ്ക്ക് മകൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇതെന്താ സംഭവം എന്ന് രാധമ്മ ചോദിക്കുക. ആർക്കറിയാം, അയാളുടെ മകനില്ലേ ആ വിശാല്, അവൻ എവിടെയാണെന്നായിരിക്കും ചോദിച്ചത്. നമുക്കെങ്ങനെ അറിയാനാ? അവൻ വല്ലയിടത്തും വല്ല മയക്കുമരുന്നും കഴിച്ച് ബോധം കെട്ടി കിടക്കുന്നുണ്ടായിരിക്കും. ജയബാലൻ്റെ മകനല്ലേ, അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് ശാരദ പറയാൻ കേട്ടോ. അതേസമയം ജയബാലനും പ്രവീണയും കൂടി അയൽവക്കംകാരോട് സംസാരിച്ച് നിൽക്കുന്നത് നമ്മുടെ രാധമ്മയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പം രാധമ്മ അത് ശാരദയെ കാണിച്ചു കൊടുക്കും. ദേ, നീ നോക്കിക്കേ, അവിടെ അവരെല്ലാവരും കൂടി സംസാരിച്ച് നിൽക്കുന്നു, എന്താണെന്ന് നമുക്ക് പോയി നോക്കാം എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ശാരദ പറയും, എന്തേലും ആട്ടെ, നമുക്കെന്താ എന്ന് പറയാം. അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ശാരദയെ. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഈ രീതിയിൽ സംസാരിക്കുമ്പം അതെന്താണെന്ന് അറിയേണ്ട കാര്യം നമുക്കുണ്ട്, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങാണ് കേട്ടോ. അതേസമയം ജയബാലൻ അവരോട് പറയുന്നേ, നാട്ടുകാരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതെന്തായി ലൂസി എടുത്തി ഒന്നും അറിയാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുക. എന്താ ജയബാല, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഇവിടുത്തെ ആ പെണ്ണില്ലേ, ആ യമുന, മൂന്നാമത്തെ പെണ്ണ്, അവൾ ഏതവൻ്റെയോ കൂടെ ഇറങ്ങിപ്പോയി. ഇക്കാര്യമൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? ഇത്രയും തൊട്ടയലൊക്കമായിട്ട് പോലും ശാരദ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ജയബാലൻ ചോദിക്കുക. ഇല്ലെന്നേ, അതിനെന്ത് കാര്യമാണ് ശാരദ ഞങ്ങളെ അറിയിക്കുന്നത്? അല്ല, ജയബാലൻ ഇക്കാര്യം അറിഞ്ഞ് ഇവരെ സഹായിക്കാനായിട്ട് വന്നതാണോ എന്ന് ലൂസിയമ്മ ചോദിക്കും. അതെ അതെ, പിന്നല്ലാതെ ഞാൻ എന്തിനാ ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നേ? അരവിന്ദൻ മരിച്ചെന്ന് കരുതി നമുക്കങ്ങ് ഇവരെ എഴുതിത്തള്ളാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ എൻ്റെ അന്തസ്സിന് ഈ വക കാര്യങ്ങളിലൊന്നും ഞാൻ ഒരിക്കലും ഇടപെടുന്നതല്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ലൂസിയമ്മയാണെങ്കിൽ ശാരദയോട് വിളിച്ച് ചോദിക്കുക, ശാരദ, ഈ കേട്ടത് സത്യമാണോ? യമുനയെ കാണാനില്ലേ? എന്നിട്ട് ഞങ്ങളോടൊന്നും നീ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ശാരദയ്ക്ക് രാധമ്മയ്ക്കും നല്ല ദേഷ്യം വരികയാണ്. ഇതേ സമയം രാധമ്മ പറയും, ദേ ലൂസി, ആവശ്യമില്ലാത്തത് നീ പറയരുത് കേട്ടോ. ദേ, ഇയാൾ പറയുന്നത് കേട്ടിട്ട് നീ ഇതൊക്കെ വിശ്വസിച്ചോ എന്ന് ചോദിക്കുക. ജയബാലൻ ഒരു കാര്യമില്ലാതെ പറയില്ലല്ലോ, അങ്ങനെ ചോദിക്കേണ്ട ലൂസി അടുത്തി എന്ന് അപ്പം ജയബാലൻ പറയണേ. ദേ, പൊയ്ക്കോണേ എല്ലാം ഇവിടുന്ന്, ഒരക്ഷരം ഇനി ഒരെണ്ണം പോലും ചോദിച്ചു പോകരുത് എന്ന് രാധമ്മ പറയാണ്. അങ്ങനെ എല്ലാവരും അവിടുന്ന് ഓടിച്ചു വിടുക. ഇതേ സമയം തന്നെയാണ് നമ്മുടെ കാവേരിയും നിവിനും എല്ലാവരും യമുനയും കൂട്ടിക്കൊണ്ട് വരുന്നത്. ആദ്യം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കാവേരിയാണ് കേട്ടോ. അപ്പോഴും അയൽവക്കംകാരൊന്നും പോയിട്ടില്ല, അവിടെ ഇവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് എന്താ നടക്കുന്നതെന്ന്. അപ്പം ജയബാലൻ വിളിച്ചു പറയും, ദേണ്ട വന്നു കാവേരി, ഇവളോട് ചോദിച്ചു നോക്ക്, ഇവളെ അനിയത്തെ തപ്പി ഇറങ്ങിയതാ എന്ന് പറയാം. പെട്ടെന്ന് ഇതൊന്നും അറിയാതെ നമ്മുടെ യമുനയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. ദേ കണ്ടോ, ഒളിച്ചോടി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നതാ, ആരോ തട്ടിക്കൊണ്ടു പോയെന്നൊക്കെയാണ് പറഞ്ഞത്, ആർക്കറിയാം എന്ന് ജയബാലൻ അവിടെ നിന്ന് പറയാൻ കേട്ടോ. ദേ, ഇപ്പൊ പൊക്കോണം ഈ മുറ്റത്ത് നിന്ന് എല്ലാവരും എന്ന് അപ്പോൾ കാവേരി ദേഷ്യത്തോട് കൂടി പറയാം. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ യമുനയെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. യമുനയാണെങ്കിൽ തലയിലൂടെ അവളുടെ ദേഹത്തിട്ടിരുന്ന ഷോള് ചുറ്റിക്കൊണ്ടാട്ടോ പുറത്തോട്ട് ഇറങ്ങുന്നത്. എന്തോ കള്ളത്തരം ചെയ്തിട്ടാ ആ പെണ്ണ് വന്നിരിക്കുന്നത് എന്ന് നാട്ടുകാർ പരസ്പരം പറഞ്ഞുകൊണ്ട് അങ്ങ് കടന്നു പോവാണേ. അപ്പം ജയബാലൻ പറയും, ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി ഇവളെ പിടിച്ചോണ്ട് വന്നോ? അല്ല, തട്ടുകേടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുക. ദേ ജയബാല, തൻ്റെ ഈ പുഴുത്ത നാക്ക് വലിച്ച് ഞാൻ പുറത്തിടും, കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കരുത് എന്ന് പറയാം. എന്താടി, എൻ്റെ മകനെ പിടിച്ച് നീ അടിച്ചു എന്നൊക്കെ ഞാൻ കേട്ടു,
ഇപ്പം കണ്ടില്ലേ നിന്റെ അനിയത്തിയെ വേറെ എവിടുന്ന് പിടിച്ചോണ്ട് വന്നിട്ട് എൻ്റെ മകൻ്റെ ദേഹത്ത് നീ കൈവച്ചതിന് നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട് എന്ന് പറയാം. അപ്പം വിനീതും അങ്ങോട്ട് ഇറങ്ങി വരുമോ, ഓ വന്നല്ലോ രക്ഷകൻ എന്ന് പറയാൻ കേട്ടോ. ഇവനായിരിക്കും എൻ്റെ മകൻ്റെ ദേഹത്ത് കൈ വെച്ചത്, എൻ്റെ മോന് വല്ലതും പറ്റിയ നിന്നെയൊക്കെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന് ജയപാലൻ പറയാണ്. അപ്പം നിവിന് വരങ്ങി വരിക, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിവിനെ ഇവരുടെ കൂടെയുള്ള സഹവാസം നിർത്തി. നിവിൻ പറയും, എന്തറിഞ്ഞിട്ടാ ജയപാലങ്ങളിൽ കിടന്ന് ദേഷ്യപ്പെടുന്നത് എന്നും ചോദിച്ചാൽ വിശാലിനെ വലിച്ചോണ്ടങ്ങ് വരികയാണ്. വിശാലിനെ കാണുമ്പോൾ പ്രവീണ അയ്യോ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഓടുവാണ് കേട്ടോ. എന്നിട്ട് വിശാലിനെ പോയി കെട്ടിപ്പിടിക്കുക. അമ്മയുടെ കുഞ്ഞിനെ ഇവരെല്ലാവരും കൂടി അടിച്ച് ഈ പരുവാക്കിയോ, എൻ്റെ മോൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുക. അപ്പം കാവേരി ജയപാലൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണ്. ജയപാലനും എന്തോ പന്തികേടുണ്ടെന്ന് തോന്നുക. ഇവനെ ഈ കോലത്തിലെങ്കിലും നിങ്ങളുടെ മുന്നിൽ കൊണ്ട് എത്തിച്ചത് ഞങ്ങളുടെ ദയ കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഒരു കേസ് കൊടുത്തിരുന്നെങ്കിലേ ഇവനിപ്പോൾ അഴി എണ്ണി കിടന്നേനെ. എന്തായാലും ജയപാലൻ്റെ ഹോൾഡ് വെച്ചിട്ടൊന്നും അവനെ രക്ഷപ്പെടുത്താനും സാധിക്കില്ല. അത് ജയപാല സാറിന് നന്നായിട്ട് അറിയാലോ. ഞങ്ങളുടെ യമുനയെ തട്ടിക്കൊണ്ട് പോയതേ ഇവനാ. അവളെ ഒരു വീട്ടിൽ കൊണ്ട് താമസിച്ച് ആഹാരവും കൊടുക്കാതെ അവളെ ഉപദ്രവിച്ച് ശാരീരികവുമായി മാനസികവുമായി അവളെ എത്രമാത്രം ഇവൻ ഉപദ്രവിച്ചെന്നറിയാവോ. ഞങ്ങൾ ഇവളെ കണ്ടെത്തുമ്പം ഇവളുടെ അവസ്ഥ എന്താണെന്നറിയാവോ, കുറേ കെട്ടുകൾക്കിടയിൽ ബോധരഹിതയായിട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുമായിരുന്നു ഞങ്ങളുടെ യമുന എന്ന് കാവേരി പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ജയപാലനും ഭയന്ന് പോവാണ്. ജയപാലൻ പെട്ടെന്ന് വിശാലിനെ പിടിച്ച് വലിക്കുക. നിനക്ക് എന്തിൻ്റെ കേടുണ്ടായിരുന്നടാ, നീ എന്തിനാടാ ഇവളെ പിടിച്ചോണ്ട് പോയത് എന്ന് പറഞ്ഞ് 2-3 അടിയടിക്കുക. ജയപാലേട്ടാ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ച് പ്രവീൺ അടുത്തേക്ക് ചെല്ലുക. അവൻ നമ്മുടെ മോനാ, നീ എന്തു പറഞ്ഞാടാ വീട്ടിൽ നിന്ന് പോയത്? രാഗിണിയുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ മാർത്താണ്ടത്ത് പോയി ഇവളെ കടത്തി വെച്ചുകൊണ്ട് പോയത്? സത്യം പറഞ്ഞോ എന്ന് ചോദിക്കുക. എന്നിട്ട് എല്ലാവരും കൂടി സ്നേഹതീരത്തേക്ക് കയറി പോവാണ് കേട്ടോ. കാര്യങ്ങൾ കൈവിട്ട് പോകുവാന്ന് കാണുന്ന ജയപാലനും പിന്നാലെ കയറി ചെല്ലുക. എന്നിട്ട് വിശാലിനെ എല്ലാവരുടെ മുന്നിലിട്ട് അടിക്കുകയാണ്. പ്രവീൺ അപ്പം ഇടയ്ക്ക് കയറി നിൽക്കും. ജയപാലേട്ടാ ഇനി എൻ്റെ മോനെ തല്ലരുത്, അവനൊരു തെറ്റു പറ്റിപ്പോയി എന്നും കരുതി ഇങ്ങനെ തല്ലി കൊല്ലരുത് എന്ന് പറയാം. ഇവനെ തല്ലുമല്ല ഞാൻ ചെയ്യേണ്ടത്, കൊന്നു കളയുക ചെയ്യേണ്ടത് എന്ന് പറയാണ്. പെട്ടെന്ന് ജയപാലൻ ഒരു ഫോൺ വരിക. ജയപാലൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോവാം. അപ്പം വിശാലിൻ്റെ അടുത്തേക്ക് കാവേരി ചെല്ലുകയാണ്. ഇവനെ ഇക്കോലത്തിൽ എത്തിച്ചതിനുള്ള നിനക്കുള്ള ശിക്ഷ ഞാൻ തരുന്നുണ്ട് എന്ന് പറയാം. എല്ലാവരും എൻ്റെ മെക്കിട്ട് കയറാൻ നിൽക്കാതെ ഇവളോട് ചോദിച്ചു നോക്ക്, ഇവളെ ആരാ പിടിച്ചു വലിച്ചുകൊണ്ട് പോയതെന്ന്. ഞാനിവളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പിടിച്ചു വലിച്ചുകൊണ്ട് പോയിട്ടുമില്ല. ഇവളായിട്ട് ഇവളുടെ ഇഷ്ടപ്രകാരം എൻ്റെ പിന്നാലെ വന്നതാ. ഞാൻ 2 പഞ്ചാര വാക്ക് പറഞ്ഞപ്പം എൻ്റെ പിന്നാലെ വരാൻ മാത്രം അതപ്പതിച്ചവളാ ഇവള് എന്ന് ശാരദയോട് പറയാണ്. അത് കേൾക്കുമ്പം ശാരദയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും ഒക്കെ തോന്നുകയാണ് കേട്ടോ. ശാരദയാണെങ്കിൽ പെട്ടെന്ന് യമുനയുടെ നേരെ തിരിയുക. എന്നിട്ട് യമുനയെ തല്ലുക. എന്തിനാടി ഇവൻ്റെ പിന്നാലെ നീ പോയത്? ഇവനും നീയും തമ്മിൽ അത്ര സ്നേഹത്തിലാണോ എന്ന് ചോദിക്കുകയാണ്. ഇവളുമായിട്ട് എനിക്കൊരു പ്രണയവും ഇല്ല എന്ന് അപ്പം വിശാല വിളിച്ച് പറയാണ്. എൻ്റെ പിന്നാലെ ഒരു പട്ടിയെ പോലെ നടക്കുന്നതേ ഇവളാ. ഇവൻ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ശാരദ അവളെ വീണ്ടും വീണ്ടും തല്ലാണ്. അത് കാണുന്ന കാവേരിയും ഗംഗയും കൂടി അമ്മയെ പിടിച്ചു മാറ്റും. അമ്മ എന്താ ഈ ചെയ്യുന്നത്? അവളെ വിടമ്മേ എന്ന് പറയാ. ഇവളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? കണ്ട ആണുങ്ങളുടെ പുറകെ നടക്കുന്ന ഇവളെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ശാരദ ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ജയപാലൻ അങ്ങോട്ട് വരിക. ദേ എൻ്റെ മകൻ ചെയ്ത തെറ്റിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ആ സന്ദർഭം എങ്ങനെയെങ്കിലും ലഘൂകരിക്കാൻ വേണ്ടി അവിടുന്ന് വിശാലിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ജയപാലേട്ട നമ്മുടെ മോൻ ഇങ്ങനെ ഉപദ്രവിക്കില്ലേ എന്ന് ഇപ്പോൾ പ്രവീണ ജയപാലനോട് പറയുന്നുണ്ട്. അവർ നേരെ പോകുന്നത് രാജേശ്വരിയുടെ അടുത്തേക്കാണ് കേട്ടോ. ജയപാലനാണ് അവിടെ ചെന്നിട്ടും തൻ്റെ ദേഷ്യം മുഴുവനും വിശാലിനോട് തീർക്കുക. നീ എന്ത് പണിയാടാ ചെയ്തത്? ജയപാലൻ്റെ കയ്യിൽ കാശുണ്ട്, ഹോൾഡുണ്ട്, ബന്ധങ്ങളുണ്ട്. പക്ഷേ അത് വെച്ചിട്ടൊന്നും എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. പെണ്ണ് കേസിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നിനക്കറിയാവോ, ആ പെണ്ണുങ്ങൾ ആരെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാലേ നീ പിന്നെ അഴി എണ്ണേണ്ടി വരും. എനിക്ക് ഒന്നും ചെയ്യത്തില്ല. പെണ്ണുങ്ങൾക്ക് നേരെ ഒന്ന് കണ്ണു തുറച്ച് നോക്കിയാൽ പോലും ഇന്നത്തെ കാലത്തെ ശിക്ഷയാ. നിയമം മുഴുവനും അവർക്ക് അനുകൂലമായിട്ടാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ടല്ലോ, കാലിൽ ചക്രം വെച്ച് ഓടിയിട്ടും ഒരു കാര്യമില്ല. നിനക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോടാ എന്ന് ചോദിച്ച് വീണ്ടും വിശാലിനെ അടിക്കുക. അപ്പം ഇടയ്ക്ക് കയറി നിൽക്കുന്ന പ്രവീണക്കിട്ടും കിട്ടും കേട്ടോ. തല്ലിക്കൊല്ല് എന്നെ, എൻ്റെ മക്കളെ എല്ലാം നിങ്ങൾ തല്ലിക്കൊല്ല് ജയപാലേട്ട എന്ന് പ്രവീണ പറയാം. അത് കേൾക്കുന്ന രാജേശ്വരി പറയും, ഒന്ന് അടങ്ങിടത്തി എന്ന് പ്രവീണയോട് പറയാൻ കേട്ടോ. എങ്ങനെ അടങ്ങണം? എൻ്റെ മോനെ തല്ലുന്നത് കണ്ടില്ലേ, അവനൊരു അബദ്ധം പറ്റി എന്നും കരുതി അവനെ ഇങ്ങനെ ശിക്ഷിക്കാൻ പാടുണ്ടോ എന്ന് പ്രവീണ ചോദിക്കുകയാണ്.
അപ്പം രാജേശ്വരി ഒന്നും പറയാതെ നിൽക്കുക. ഇവൻ ചെയ്തതുകൊണ്ടല്ല ഞാൻ ഇവനെ ഇങ്ങനെ തല്ലുന്നത്, ഇവൻ ചെയ്തതിൻ്റെ ഫലം എന്താണെന്നെന്താ ഇവൻ ചിന്തിക്കാതിരിക്കുന്നത്? പെണ്ണ് കേസിൽ പെട്ടുപോയാലേ പിന്നെ ഇവൻ്റെ ഭാവി എന്താവും? പിന്നെ ഇവനെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റുമോ? ആ ദേഷ്യമാണ് ഞാൻ ഇവനോട് തീർക്കുന്നേ. അച്ഛ, ഞാനിതെല്ലാം ചെയ്തത് എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാ, അല്ലാതെ അവളോട് എനിക്കൊരു സ്നേഹവും മണ്ണാങ്കട്ടേ ഇല്ല എന്ന് പറയാ. എനിക്ക് വേണ്ടിയിട്ടോ? എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്നും ചെയ്ത് തരണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. എൻ്റെ അച്ഛൻ അവർക്കെതിരായിട്ട് ഇത്രയൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ഞാൻ കരുതി. അതുകൊണ്ട് മാത്രമാണ് യമുനെ ഞാൻ തട്ടിക്കൊണ്ട് പോയത്. അവൾക്കൊരു ചീത്തപ്പേര് വന്ന് ആ കുടുംബം മുഴുവനും തലകുനിച്ച് നാട്ടുകാരുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് കാണണമായിരുന്നു. ആ കാഴ്ച കണ്ട് എൻ്റെ അച്ഛൻ സന്തോഷിക്കുന്നത് എനിക്ക് കാണണമായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്തത്. എടാ മരം മണ്ട, അച്ഛനെ സഹായിക്കാൻ വേണ്ടി നീ ഇങ്ങനെ വലിയ അബദ്ധങ്ങളാണോടാ ചെയ്തു കൂട്ടുന്നത്? ആ കാവേരി ഒരു കാരണം കിട്ടാൻ നടക്കുക. അവളൊരു പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി തീരും. യമുനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി പരാതി കൊടുത്താൽ നിന്റെ അവസ്ഥ എന്താകുവടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്ന് തോട്ടത്തിൻ്റെ ഭൂമി പൂജയുടെ അന്ന് എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു അവരവിടെ വന്ന്. ആ ദേഷ്യം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് വീണ്ടും വിശാല് പറയാണ്. അത് കേൾക്കുമ്പോൾ ജയപാലന് ദേഷ്യം വരിക. എൻ്റെ പൊന്നെ, പെണ്ണ് കേസിൽ പെട്ടിട്ടല്ല അച്ഛനെ നീ സഹായിക്കാൻ നിൽക്കേണ്ടത്. നിന്നെയൊക്കെ ജനിപ്പിച്ച എനിക്ക് മരണം വരെ നിന്നെയൊക്കെ ഈ രീതിയിൽ തന്നെ കാണണമെന്നുണ്ട്. ആ ഭാഗ്യം നീ എനിക്കൊക്കെ നിഷേധിക്കോടാ എന്ന് ജയപാലൻ വിശാലിനോട് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ശാരദയാണെങ്കിൽ നമ്മുടെ യമുനയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ യമുന പറയും, അമ്മേ തല്ലല്ലമ്മേ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അച്ഛന് എതിരെ ജയപാലൻ ചെയ്ത് കൂട്ടിയതിനൊക്കെയുള്ള തെളിവുകൾ അവൻ എനിക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പം ഒരു നിമിഷം അവൻ്റെ പൊള്ളയായ വാക്കിൽ ഞാൻ വീണു പോയമ്മേ. അതുകൊണ്ടാണ് എനിക്കിങ്ങനൊരു അബദ്ധം പറ്റിയത്. പക്ഷേ അവൻ എന്നെ അവിടെ കൊണ്ടുപോയി കെട്ടിയിടുമെന്നൊന്നും ഞാൻ കരുതിയില്ല. എന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ടമ്മേ എന്നും പറഞ്ഞ് കരയാം. പൊന്നു മോളെ, എന്താടി ഇത് എന്നും പറഞ്ഞ് ശാരദ കൈയിലൊക്കെ നോക്കുകയാണ് കേട്ടോ. അവിടെയെല്ലാം പാടുകളൊക്കെ ഉണ്ട്, മുറിപ്പാടുകൾ. വിശാൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പം അത് കാണുമ്പം ശാരദയുടെ നെഞ്ചു പൊടിയുവാണേ. ഇതേ സമയം കാവേരി പറയും, അമ്മേ നമുക്ക് ഇവളുടെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് പറയാണ്. ഇവളുടെ ദേഹത്തൊക്കെ മുറിവുകളുണ്ടല്ലോ എന്ന് പറയാം. അതുമാത്രമല്ല, പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ യമുനയ്ക്ക് നല്ല പനിയും തുടങ്ങും. അപ്പോൾ പനിയുള്ളതുകൊണ്ട് തന്നെ കാവേരിയും യമുനയും ശാരദയും കൂടിയാണ് കേട്ടോ ആശുപത്രിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന കാണുമ്പം നാട്ടുകാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല ശാരദ, പെങ്കൊച്ചുമായിട്ട് ആശുപത്രി പോയതാണല്ലേ? അപ്പോൾ ശാരദയാണെങ്കിൽ അതൊന്നും ചിന്തിക്കാതെ പറയും, അതെ എന്ന് പറയാണ് കേട്ടോ. ഒരാണിൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ല്ലേ, തട്ടുകേട് വല്ലതും വന്നോന്ന് ആർക്കറിയാം. ഒന്ന് പോയി പരിശോധിക്കുന്നത് നല്ലതാ. ഇന്നത്തെ കാലത്ത് പെമ്പിള്ളാരൊക്കെ ഇങ്ങനെ തുടങ്ങിയ വീട്ടുകാരെന്ത് ചെയ്യാനാ? പാവം അരവിന്ദൻ, അവനുണ്ടായിരുന്നപ്പം എങ്ങനെ ജീവിച്ച കുടുംബമാണ്. ഇപ്പം കണ്ടില്ലേ, പെണ്ണുങ്ങളെല്ലാം ഓരോ വഴിക്ക് പോകുന്നു. ഇത് കേൾക്കുന്ന കാവേരി പറയും, ദേ മിണ്ടിപ്പോകരുത് ലൂസിയെടുത്തി, ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? അവൾക്കൊരു പനി വന്നു, അവളെ ഒന്ന് ആശുപത്രി കൊണ്ടുപോയി, അത് ഇത്ര വലിയ തെറ്റാണോ? അല്ലാതെ അവൾ ആരുടെയും കൂടെ ഇറങ്ങി പോയിട്ടൊന്നുമില്ല, അവളെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടും വീണ്ടും എന്താ ഇങ്ങനെ പറയുന്നത്? ഇവ കൂട്ടൊന്നും സംഭവിച്ചിട്ടുമില്ല. ഡോക്ടറെ പരിശോധിക്കാൻ കൊണ്ടുപോയത് പനി കാണിക്കാനാ, അല്ലാതെ മറ്റൊന്നും നോക്കാനല്ല. മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഒരെണ്ണം ഈ വീടിൻ്റെ പരിസരത്ത് വന്ന് ഈ രീതിയിൽ ഇനി സംസാരിച്ച ഈ കാവേരിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയും എന്ന് പറയാം. ഇതെല്ലാം കേൾക്കുമ്പം യമുനയാകെ തൊലി ഉരിഞ്ഞതുപോലെ അവിടെ നിന്ന് കരയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയും, എന്താടി ഇത്, നീ ഇങ്ങനെ കരയാൻ തുടങ്ങിയ അതിനേ സമയം ഉണ്ടാകുള്ളൂ. നമ്മളെ ഇടിച്ചു താഴ്ത്താൻ ചുറ്റും ആൾക്കാരുണ്ടാകും. അവരെല്ലാം മറികടന്ന് ജീവിക്കാനാണ് നീ പഠിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ എന്നും ചോദിച്ചാൽ യമുനയും കൂട്ടിക്കൊണ്ട് കാവേരി അകത്തേക്ക് പോവാണ് കേട്ടോ. നാട്ടുകാരുടെ ഈ രീതിയിലുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ ശാരദയ്ക്ക് ഒരുപാട് സങ്കടം വരികയാണേ. തൻ്റെ കുടുംബത്തിൽ എന്തൊക്കെയായി നടക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി ശാരദയും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.